ശബരിമലയും സന്നിധാനവും വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇക്കുറി തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് പത്തനംതിട്ടയിലെ കോഴഞ്ചേരി കൊല്ലൂരത്ത് വീട്ടിൽ തയ്യാറാകുന്നത്. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്ത് ഒരു അയ്യപ്പ നിയോഗം പോലെയാണ് ഈ തങ്കരഥം ഇവിടെ നിന്നും പുറപ്പെടുന്നത്. 23-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് 26-ന് പമ്പയിലെത്തി തുടർന്ന് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ദീപാരാധനയും തുടർന്ന് 27-ന് ഉച്ചയ്ക്ക് മണ്ഡലപൂജയും കൂടി സമാപിക്കുന്ന തരത്തിലാണ് ദേവസ്വം ബോർഡ് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെങ്കിൽ ഈ തങ്കയങ്കി പേടവും വഹിച്ചുകൊണ്ടു പോകുന്ന ഈ രഥം ഒരു അയ്യപ്പന്റെ നിയോഗം പോലെയാണ് കൊല്ലീരത്ത് വീട്ടിൽ തൻ്റെ പരേതനായ തങ്കപ്പനാചാര്യയുടെ മക്കളായ ബിജുവും അനുവും ഇതിൻ്റെ കൂടെ ശില്പികളായും സാരഥികളായും പോകുന്നത്. എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ അരനൂറ്റാണ്ടുകളായി ഈ രഥത്തിലേക്ക് എത്തിച്ചേർന്നത് അച്ഛൻ്റെ കാര്യങ്ങൾ? ആദ്യകാലത്ത് പിന്നെ 2 പ്രാവശ്യം ഇത് വണ്ടി കോട്ടയത്ത് കൊടുത്താണ് ഇത് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അപ്പം 2ാമത്തെ പ്രാവശ്യം ഇതിൽ കൊടുത്തപ്പം വണ്ടി അന്ന് വൈകിട്ട് വണ്ടി മോഷണം പോയി പിറ്റേ ദിവസം 5 മണിക്കകം തിരിച്ചു കിട്ടാമെങ്കിൽ ഈ ശബരിമല മാതൃകയിൽ ഇത് അച്ഛൻ ചെയ്തുകൊണ്ട് പോകാമെന്ന് അന്ന് ഭഗവാനോട് ഒരു നേർച്ച പോലെ പിറ്റേ 4 മണിയായപ്പോഴത്തേക്ക് വണ്ടി ഞങ്ങൾക്ക് തിരികെ കിട്ടുകയും പിറ്റേ വർഷം മുതൽ തുടർന്ന് ഇന്ന് വരെ ഞങ്ങളാണിത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. തിരുവാർമുളപ്പൻ്റെ ആ അനുഗ്രഹത്തോടു കൂടി അയ്യപ്പൻ്റെ ആ ഒരു തങ്കയങ്കി കൊണ്ടുപോകാനുള്ള അവസരം ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യമായിട്ട് നോക്കുമ്പോൾ ഒരു ജീപ്പാണല്ലോ ആദ്യം നമ്മൾ കാണുമ്പോഴേ. പിന്നെ എങ്ങനെയാണ് ഈ ശബരിമല ശ്രീകോവിലിന്റെ മാതൃകയിലേക്ക് എല്ലാം ഇതെങ്ങനെയാണ് വരുന്നത്? ആദ്യം ഇങ്ങനെ ശബരിമല മാതൃകയിലല്ലായിരുന്നു, ചുമ്മാ ഒരു എന്താ പറയുക ഒരു രഥം പോലെ. ഈ മാതൃകയിലല്ല, ചുമ്മാ എന്താ രഥം ഇങ്ങനെ വളച്ചു ഇങ്ങനെ ഒരു ഹംസരഥം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആദ്യം കൊണ്ടുപോകുന്നത്. പിന്നെ അച്ഛൻ്റെ ഐഡിയയിലാണ് ഇങ്ങനെ ഇത് കൊണ്ടുപോകാൻ തുടങ്ങി. കൊടിമരം 18-ാം പടി ശ്രീകോവിൽ ഇങ്ങനെ എല്ലാ അച്ഛൻ്റെ ഐഡിയയിലാണ് അന്ന് പോലെ ചെയ്യാൻ കൊണ്ടുപോകുന്നത്. യാത്രയ്ക്ക് ഞങ്ങൾ കാലാകാലങ്ങളിൽ വണ്ടി ഓടിക്കുന്ന ഈ രഥം ഓടിക്കുന്ന സാരഥിയായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും? പിന്നെ ഇതിൻ്റെ മറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ, എല്ലാ വർഷവും ഇത് മെയിൻ്റെനൻസ് ചെയ്യണമല്ലോ. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ? എല്ലാ വർഷവും മെയിൻ്റെനൻസുകളെല്ലാം വണ്ടിയുടെ വാഹനത്തിൻ്റെ പണികൾ കംപ്ലീറ്റ് ചെയ്യും. എല്ലാം ഫുള്ള് ചെക്കപ്പ് ചെയ്യും. ടയറുകളെ പിന്നെ ക്ലച്ച്, ബ്രേക്ക് സിസ്റ്റം എല്ലാം, റേഡിയേറ്റർ എല്ലാം പുതിയത്, ലീക്കാകാൻ പാടില്ല, ഓവർ ഹീറ്റ് ആകാൻ പാടില്ല. അങ്ങനെയുള്ളത് എല്ലാം അതായത് പ്ലേറ്റ് സെറ്റുകൾ എല്ലാം ഫുള്ള് ഹൈഡ്രോളിക് പ്രസ് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ കയറ്റും. ടയർ 4 പുത്തൻ ടയർ എല്ലാ വർഷവും പുത്തൻ ടയർ ഇട്ടാലും നമുക്ക് പറ്റത്തുള്ളൂ. പുറമേ നിന്ന് നോക്കുമ്പോഴേ ഇത് പെട്ടെന്ന് എല്ലാവർക്കും ഓടിക്കാമെന്ന് തോന്നും. പക്ഷെങ്കിൽ നിങ്ങളത് ആദ്യമായിട്ട് ചെയ്ത് തരുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് തോന്നുകയല്ല. ആദ്യം നമുക്കൊരു തുടക്കത്തിലൊരു ബുദ്ധിമുട്ട് തോന്നും. എന്നാ ചില ഭയങ്കര ഈ ഫ്രണ്ട് അധികം കാണാൻ പാടില്ല. പിന്നെ ചില ഭഗവാനുണ്ടല്ലോ, എന്തിനും ഉണ്ടല്ലോ. അപ്പം നമുക്ക് എല്ലാം പിന്നെ കൂടെയുള്ള എല്ലാ പോലീസ് സാഹിബന്മാര്, ദേവസ്വം ബോർഡ്, അവരെല്ലാം നല്ല എല്ലാ സഹകരണവും കാര്യങ്ങളെല്ലാം എല്ലാവരും നമ്മുടെ ഒരു ഇതുണ്ട്. ചില നമ്മളെ അതുപോലെ കെയർ ചെയ്യുന്നുണ്ട്. റൂട്ടിലാണെങ്കിലും എല്ലാം നല്ല നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഉദ്യോഗസ്ഥരാണ് നമ്മുടെ നല്ല സഹകരണ കാര്യങ്ങളെല്ലാം. കാരണം നമുക്ക് കാലാകാലങ്ങളിൽ അറിയാം, അവരിത് ഈ രഥം പൂർത്തിയായതിനു ശേഷം അവര് ബാക്കി ദേവസ്വം പടങ്ങളെല്ലാം വന്ന് അച്ഛനുള്ളപ്പോൾ തന്നെ ഇവിടെ വന്ന് കാണുകയും ആ ഓർമ്മകളൊക്കെ ഉണ്ട്. അതുപോലെ എല്ലാവരും വന്ന് ഇനിയിപ്പോ തന്നെ ഈ ഞായറാഴ്ച ഇപ്പൊ എല്ലാവരും വരും, അന്നെല്ലാം വന്ന് നോക്കിയെല്ലാം കണ്ട് സംഭവം. എന്തൊക്കെയാണ് ഇതിന്റെ മാതൃകകളൊക്കെ ഒന്ന് പറയാമോ? ഇതിന് മൊത്തത്തില് എന്തൊക്കെയാണ് മാതൃക എന്ന് പറഞ്ഞാൽ 18-ാം പടി കൊടിമരം എന്ന് പറഞ്ഞാൽ പൊട്ടില്, പിന്നെ ശ്രീകോവില്. അങ്ങനെയാണ് ആ ശബരിമല. അതുപോലെ തന്നെ നമ്മള് അച്ഛനാണ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ അത് ഞങ്ങൾ കുറെ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ ഓരോ വർഷം ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഈ സാധനങ്ങളെ, അസംസ്കൃത സാധനങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ ഗോൾഡൻ റെക്സിന അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഡൽഹി അവിടെ നിന്നൊക്കെ വരുത്തുന്നതാണ്. നല്ല വിലയുള്ള സാധനങ്ങളാണ്, അതെല്ലാം വെളിയിൽ നിന്ന് വരുന്നതാണ്. ഇതെല്ലാം നേരത്തെ ഓർഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അങ്ങനെ ഓരോന്ന് വരുത്തി അങ്ങനെ ചെയ്ത് തരുന്നതാണ്. പിന്നെ എല്ലാം ഫുള്ള് തടിയലാണ് ചെയ്തേക്കുന്നത്. തടിയാണ് അച്ഛൻ ചെയ്ത മൊത്തം തടിയലാണ്.
അതിനകത്ത് നമ്മളെ ഇപ്പൊ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം 4 ദിവസം വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ രീതി വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് ചുമ്മാ നമ്മൾ വെച്ച് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഇത് നട്ടുപോൾട്ടുകളിൽ ഇട്ട് അതിൻ്റെതായിട്ടുള്ള രീതി വേണം നമ്മൾ ഇത് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഇതിനകത്ത് 9, 7, 8 പേരോളം ഉണ്ട്. ഇത്രയും ആൾക്കാരുണ്ട്. ഇപ്പം ഭയങ്കര വെയിറ്റാണ് വണ്ടിക്ക്. ഇനി കയറ്റം എല്ലാം കയറിപ്പോ നമ്മൾ അതിന്റെ അറേഞ്ച്മെന്റ് വേണം ഇത് ചെയ്യാനായിട്ട്. ബോണറ്റ് പോലും തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ 4 ദിവസം. നമ്മൾ ആ ഒരു കണ്ടീഷനില്ല. അപ്പൊ ആ 4 വെച്ച് വെക്കണം വണ്ടിയുടെ കണ്ടീഷൻ. പിന്നെ എല്ലാ വെള്ളം പോലും നോക്കാൻ പറ്റില്ല. റേഡിയേറ്ററിനകത്ത് വെള്ളം പോലും നോക്കാൻ പറ്റില്ല. എഞ്ചിൻ ഓയിൽ നോക്കാൻ പറ്റില്ല. നമ്മളെ ഒരു ജീപ്പ് കയറ്റുന്നതിന് ഒരു ഇത്ര കിലോ എന്നുണ്ട്. നമ്മൾ അതിലും കൂടുതലാണ് ഇത് കയറ്റുന്നത്. ഇതിന്റെയൊക്കെ എങ്ങനെയാണ് പണിയിലൊക്കെ നിർമ്മാണത്തിൽ ആരൊക്കെയാ സഹായിക്കുന്നത്? എല്ലാം അനിയം മാത്രമേ ഞങ്ങള് എല്ലാരും കൂടെ കൂടി വീട്ടിൽ തന്നെ ചെയ്തു. ഈ ചേട്ടന്റെ മുന്നിന്റെ ആവശ്യത്തിന് വേണ്ടി എല്ലാ വർഷം വരുവായിരുന്നു. നമ്മളെ വർഷങ്ങൾ അച്ഛനുള്ളപ്പോ തന്നെ നമുക്ക് കേട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം ഈ കുടുംബത്തിലുള്ളവരെല്ലാമേ 41 വർഷം ആ ഒരു 2.5 മാസക്കാലം നോയമ്പ് നോറ്റ് അങ്ങനെ ഒരു പ്രധാന ഇതിനകത്ത് നമ്മളിപ്പോ പണി ചെയ്യുന്ന വെച്ചാൽ ഇത് നമ്മൾ തന്നെ ഇത് ചെയ്യണം. ഇതിനകത്ത് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് അറിയത്തില്ല, എങ്ങനെ ഏത് രീതിയാണെന്ന് അറിയത്തില്ല. നമുക്ക് ഇതിന്റെ വരുംപരാളികൾ നമുക്കറിയാം. അപ്പൊ ആ രീതി വേണം നമ്മൾ ഇതിന്റെ പണി ചെയ്യാനായിട്ട്. ഒരു നട്ട് മുറുക്കുകയാണെങ്കിൽ അത് ആ ഒരു കണ്ടീഷൻ വേണം മുറുക്കിയിടാം. ചുമ്മാ വലിച്ച് മുറുക്കി ഇതങ്ങ് ഒടിഞ്ഞു പോയി. നമുക്ക് അതിന്റെ ഒരു പരുവം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ 4 ദിവസം ഈ തടിയല്ല ഇത് വലിച്ച് മുറുക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ കാര്യങ്ങളത് കറക്റ്റായിട്ട് ഇത് ആംഗ്ലയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇന്ന രീതിയിൽ ഇന്നടത്ത് വരുന്നതാണ്. അല്ല വേറൊരാളെ കൊണ്ട് ഇത് ചെയ്യാനായിട്ട് ഇപ്പം കൂടെ ഒരു ഹെൽപ്പർ വന്നെന്ന് പറഞ്ഞാൽ അവന് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് അതിന്റെ ഇവിടെ ഈ സൈഡ് ഫിറ്റ് ചെയ്യണം, ഈ സൈഡ് ഫിറ്റ് ചെയ്യണം. അത് അങ്ങോട്ട് മാറാൻ പറ്റത്തില്ല. മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെല്ലാം അലൈൻമെന്റ് വ്യത്യാസം വരും. ഒരു നെല്ലട മാറാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് അച്ഛൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ദ്വാരപാല ശില്പമുണ്ട്, പിന്നെ കട്ടളപ്പാളിയുണ്ട്, കൊടിമരമുണ്ട്. അങ്ങനെ നമ്മള് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിനൊരു മാറ്റം എല്ലാം ചെയ്തോണ്ടിരിക്കും. പുറമെ വെച്ച് അപ്പുറത്തേനും ചെയ്യണം. പിന്നെ മണികണ്ഠൻ പുലിവാഹനായിട്ടുള്ള മണികണ്ഠൻ അതെല്ലാം ഇവിടെ വരുന്നതാണല്ലോ. അതിനെ ഒന്നുകൂടെ എല്ലാം ക്ലിയർ ആക്കണം. അത് 23 മുമ്പത്തേക്ക് പണി 23 മുമ്പത്തേക്ക് മണിക്കായിരിക്കും നമ്മൾ ആറന്മുളയിലെത്തുന്നത്. ആറന്മുള വെളുപ്പിന് 4 മണിയാകുമ്പോഴത്തേക്ക് 22 വെളുപ്പിന് 4 മണിയാകുമ്പോഴത്തേക്ക് ആറന്മുള എത്തിച്ചേക്കാം. ഏകദേശം ഇതിന്റെ ഒരു നിർമ്മാണ ചെലവ് ഞാൻ ചോദിക്കുന്നില്ല, എങ്കിലും എങ്ങനെയാണ് കാലാകാലങ്ങളിൽ അതിൽ വലിയ അവര് തരുന്നത്? നമ്മളിപ്പോ അങ്ങനെ ഒരു റേറ്റ് പറഞ്ഞോട് അവര് തരുന്നത് അയ്യപ്പന്റെ കാര്യം ഈ നമുക്ക് ഇനിയിപ്പോ ഈ അച്ഛന്റെ കാലശേഷമേ നിങ്ങൾ രണ്ടുപേരും ഏറ്റെടുത്തു. ഇതിനിയും കാരണം അച്ഛനുള്ളപ്പോ തന്നെ കരുനാപ്പള്ളിയിലോ കായംകുളത്തോ ഉള്ളവർ ആരാണ്ടോ ഇത് ഒരു തവണയെങ്ങാണ്ട് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആർക്കും ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഇത് എങ്ങനെയായിരിക്കും ഭാവിയിൽ ഇതിന്റെ ഒരു പ്രാവശ്യം പിന്നെ അച്ഛനുള്ള സമയത്ത് ഇതുപോലെ വേറെ വണ്ടി വന്ന് കൊണ്ടുപോയി. പക്ഷെ എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് ഒരു പ്രാവശ്യം അത് എന്താ ബോർഡ് കെട്ടെന്തോ ഒരു പ്രശ്നം വന്നു. പിന്നെ അവർ വന്നിട്ട് പിന്നെ അത് പിന്നെ പിറ്റേ വർഷം പോലെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അന്ന് ഞങ്ങള് വണ്ടി എന്തോ കൊടുക്കും, എന്തോ അച്ഛനും ബോർഡ് അന്നായിരുന്ന ഓഫീസർമാരുമായിട്ട് എന്തോ പ്രശ്നം നമ്മളതിനകത്ത് അപ്പൊ നിങ്ങളുടെ ഈ ബാക്കിയുള്ള ജോലികളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു 41 ദിവസം പ്രധാന സ്ഥാനത്തോടു കൂടി ഇതെല്ലാം ചെയ്യുന്നത്, അല്ലയോ? അപ്പൊ ഇതിന്റെ എല്ലാം അയ്യപ്പന്റെ തിരുവാറന്മുളയപ്പന്റെ ഇത് കാണുന്ന സ്വാമി ഭക്തരോട് എന്തുവാ ഒരു നിയോഗം? മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തൊരു നിയോഗമല്ലേ എല്ലാത്തിനും അച്ഛനാണ്. അച്ഛനാണ് നമ്മള് കുഞ്ഞുനാളിലെ തൊട്ട് അച്ഛന്റെ കൂടെ നിന്ന് ഓരോന്ന് ചെയ്ത് കണ്ടു പഠിച്ചാണ് നമ്മൾ ഈ ഇതില് ഇല്ലായത്. തിരുവാറന്മുളയപ്പന് അച്ഛനൊരു ഭാഗ്യം കൊടുത്തു, അത് ഞങ്ങളിലേക്ക് കിട്ടി. അങ്ങനെ നീണ്ട ഒരു 50 വർഷത്തിലേക്ക് കടന്നു പോകുകയാണ് ഈ രഥം. സംസ്ഥാനത്ത് മറ്റു ആർക്കും അവകാശപ്പെടാനാവാതെ ശബരിമല സന്നിധാനത്തേക്ക് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മ മഹാരാജാവ് 450 പവൻ നടക്കി വെച്ച ഭഗവാന്റെ ഉടയാടകളാണ് ഈ തങ്കരഥത്തിൽ 23-ന് ആറന്മുള പാർത്ഥസാരഥിയിൽ നിന്നും സന്നിധാനത്തേക്ക് പുറപ്പെടുന്നത്. അതിൻ്റെ രഥത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലുമാണ്. കോഴഞ്ചേരിയിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊല്ലപ്പം പ്രസാദൻ ജെ, പത്തനംതിട്ട.